ഗുഡ് മോർണിംഗ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫോർവേഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരും നമുക്ക് വെൽക്കം ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു ഭാഗമാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ഭാഗം, അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. ഇപ്പോൾ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ എന്തൊക്കെ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് 19th സെഞ്ച്വറിന് ശേഷം, എന്തൊക്കെ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ വിത്ത് ഓർഗനൈസ്ഡ് ട്രേഡിംഗ് ഇൻ കോട്ടൺ ത്രൂ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോട്ടൺ ട്രേഡ് അസോസിയേഷൻ ഇൻ 1875. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലുള്ള, ഇപ്പോൾ കോട്ടൺ ട്രേഡ് അസോസിയേഷൻ 1875, അതുപോലെ തന്നെ നാഷണലൈസ്ഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് അതിൻ്റെ ഓപ്പറേഷൻ ഓപ്പൺ ചെയ്തത് 2003 അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടേമിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ ഗ്രോത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ പോയിൻറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഇക്വിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൻ്റെ ഗ്രോത്ത് നമുക്ക് കൂടുതൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, എന്തൊക്കെയാണ് ഉണ്ടായെന്ന് മാത്രം പറയുന്നത്. ഞാൻ ജസ്റ്റ് പറയാം. അതായത് India joined the League of Exchange Traded Equity Derivatives in June 2000 when futures contracts were introduced at two major exchanges, namely BSE and NSE. And the BSE Sensitive Index, popularly known as the Sensex, comprising 30 strips. Okay. And S&P CNX Nifty Index comprising 50 scripts commenced trading feature on June 9, 2000 and June 12, 2000 respectively. Okay, the index options and individual stock options on 31 selected stocks were subsequently added to the derivatives markets in 2001. As on 26/2006, the NSE's futures and options segment trades futures and options on the 118 stocks, and the derivatives segment of BSE trades in 77 stocks. This means that BSE accounts for just about 3% of India's equity derivatives volume. Today, the most preferred product on the exchange is single stock futures. This is for around 55% of total volume. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഗ്രോത്ത് ഓഫ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. ഇനി കമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് എങ്ങനെയൊക്കെയാണ് ഗ്രോത്ത് ആയത്? The Forward Contract Regulation Act, that is FCRA, governs commodity derivatives in India, and it specifically prohibits OTC commodity derivatives. Further, FCRA does not even allow options on commodity. It should be noted that the trading in commodity derivatives has been concentrated regionally. This is due to the regional exchanges offered only a സിംഗിൾ പ്രൊഡക്റ്റ്. അപ്പോൾ പല രീതിയിൽ റീജിയണൽ എക്സ്ചേഞ്ചുകൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റാണ് ഓഫർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു പെപ്പർ എക്സ്ചേഞ്ച് കൊച്ചി, അതുപോലെ തന്നെ സോയ എക്സ്ചേഞ്ച് ഇൻ ഇൻഡോ ട്രേഡ്സ്, അതുപോലെ തന്നെ ദ നാഷണൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ആൻഡ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, അങ്ങനെ പല രീതിയിലുള്ള കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ബോത്ത് എക്സ്ചേഞ്ചസ് ആർ ഡെവലപ്പിംഗ്. അല്ലേ, രണ്ട് എക്സ്ചേഞ്ചുകളും വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന MCX ബുള്ളിയൻ എനർജി പ്രൊഡക്ട്സ്, അതായത് ബിസിനസ്സിന് NCDX ഈസ് അഗ്രി പ്രൊഡക്ട്സ്, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിൽ സബ്സ്റ്റാൻഷ്യൽ പ്രോഗ്രസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ഗ്രോത്ത് ഓഫ് കറൻസി ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. Growth of currency derivative markets. India has been trading forward contracts in currency for the last few years. Last few yearsലാണ് കറൻസി ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തത്. അതിന് RBI has allowed options in the OTC market, and the OTC currency market in the country is well developed. However, the business is concerned with a limited number of market participants, mainly bank, both international and local, etc. ഇവരെല്ലാം നമ്മുടെ ഈ ഒരു കറൻസി മാർക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ദ നെക്സ്റ്റ്, ഗ്രോത്ത് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. ഗ്രോത്ത് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. ഓക്കെ, എന്താണ് അതിൽ പറയുന്നത്? There has been significant progress in interest rate derivatives in India OTC market.
The NSE introduced trading in cash settlement interest rate futures in the year 2003. However, due to some structural issues, the product did not attract market participants. The next പറയുന്നതാണ് ഗ്രോത്ത് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് അതർ ഡെറിവേറ്റീവ്സ് മാർക്കറ്റ്. Credit derivatives, weather derivative, etc. have been recently introduced in India and they are expected to grow in the coming years. To conclude, the growth of derivative trading in India is quite phenomenal. It is a short span of time. The turnover at NSE increased from a mere rupees 2,365 crores in 2001 to 1 crore 30 lakh 90,478 crores in 2007 to 8. അപ്പോൾ ഇത്രയും ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ചേഞ്ചുകളാണ് എന്തിൽ നടക്കുന്നത്, അതർ ഡെറിവേറ്റീവ്സിൽ നടക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എന്താ ഈ ഒരു ഡെറിവേറ്റീവ് ടൂള് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് പറയുന്നു the factors responsible for the growth of financial derivative markets in India. Factors responsible for growth of financial derivative markets in India. പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ള ഫാക്ടേഴ്സാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഒന്ന് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എന്താണ് എൻവിയോൺമെൻറ്റൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? എന്താണ് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്? അതിൽ വരുന്നതാണ് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? ഒന്ന് പറയുന്നു പ്രൈസ് വോളാറ്റിലിറ്റി. Price volatility refers to rapid changes in the prices of assets in the financial markets over a spot period of time. That has three dimensions. They are the speed of price changes and the frequency of price change and the magnitude of price change. മൂന്ന് ഡയമെൻഷൻ വെച്ചിട്ടാണ് പ്രൈസ് വോളാറ്റിലിറ്റി പറയുന്നത്. ഒന്ന് പ്രൈസ് ചേഞ്ചിൻ്റെ സ്പീഡ്, രണ്ട് ഫ്രീക്വൻസി ഓഫ് പ്രൈസ് ചേഞ്ച്, മൂന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇൻക്രീസ്ഡ് വോളാറ്റിലിറ്റി മീൻസ് ഇൻക്രീസ്ഡ് റിസ്ക്. വോളാറ്റിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. The need for meeting this challenge of increased risk contribute to the growth of financial derivative markets in India. That is price volatility. പിന്നെ വരുന്നതാണ് ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ്സ്. Globalization of markets എന്ന് പറഞ്ഞാൽ it has increased the size of market, it has exposed the modern business to greater risk. Increased size has also led to greater use of debt in capital structure and this has contributed to an increase in financial risk of firms. ഈ ഒരു റിസ്ക് അല്ലെങ്കിൽ ദീസ് റിസ്ക് മസ്റ്റ് ബി ഹെഡ്ജ്ഡ് ഇഫ് എ മോഡേൺ ബിസിനസ് ഇസ് സക്സസ്ഫുൾ. അപ്പോൾ നമ്മൾ ഏതൊരു റിസ്ക് എടുക്കുകയാണെങ്കിലും അതെന്തായാലും ഹെഡ്ജ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് അതിൽ പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ദെൻ തേർഡ് വൺ പറയുന്നു ടെക്നോളജിക്കൽ അഡ്വാൻസസ്. എന്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസസ്? അതിൽ പറയുന്നത് ദ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഹാവ് ആൾസോ മോട്ടിവേറ്റഡ് ദ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ആൻഡ് ഇറ്റ് അഡ്വാൻസസ് ഇൻവോൾവ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ്. ഇപ്പോൾ പല രീതിയിലുള്ള കമ്പ്യൂട്ടർ ടെക്നോളജികളും അതുപോലെ തന്നെ ഇന്നോവേറ്റീവായിട്ടുള്ള ഇൻ്റർനെറ്റ് ടെക്നോളജികളും ഇതിൽ അടങ്ങിയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിതൊരു പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്നെ സഹായിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് ഇൻ റെഗുലേറ്ററി ചേഞ്ചസ്. എന്താണ് റെഗുലേറ്ററി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ? Much of the financial derivative markets activity in recent years has been fostered by an atmosphere of deregulation of financial sector. ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്ന പല രീതിയിലുള്ള റെഗുലേഷൻസിനൊക്കെ നമ്മൾ എന്തിനെ ബാധിക്കും? ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ഡീറെഗുലേഷൻ, പല രീതിയിലുള്ള കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രോബ്ലംസൊക്കെ റെഗുലേറ്ററി ചേഞ്ചസ് കൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഇൻക്രീസ് അല്ലെങ്കിൽ എന്താ പറയുക
അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ്, ഒന്ന് എൻവയോൺമെൻറ്റലും ഓർ എക്സ്റ്റേണൽ. അതിൽ പറയുന്നതാണ് പ്രൈസ് വോളാറ്റിലിറ്റി, ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ്സ്, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആൻഡ് റെഗുലേറ്ററി ചേഞ്ചസ്. പിന്നെ വരുന്നതാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. അതിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലിക്വിഡിറ്റി നീഡ്സ്. ലിക്വിഡിറ്റി നീഡ്സ് എന്ന് പറയുന്നത് ദ ബിസിനസ് ഫേംസ് ഹാവ് ലിക്വിഡിറ്റി നീഡ്സ്. മെനി ഓഫ് ദ ഫിനാൻഷ്യൽ ഇന്നോവേഷൻസ് ഫൈൻഡ് ഇൻ ദ റീസെൻറ്റ് പാസ്റ്റ് ഹാവ് ടാർഗറ്റഡ് ദീസ് നീഡ്സ്. അതായത് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നീഡുകൾ. ഇപ്പോൾ ലിക്വിഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് അർത്ഥം. അപ്പോൾ പല ഫിനാൻഷ്യൽ ഇന്നോവേഷൻസും കണ്ടുപിടിച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നു റിസ്ക് അവേർഷൻ. റിസ്ക് അവേർഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് വുഡ് ലൈക്ക് ടു അവോയ്ഡ് റിസ്ക്. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഫുൾ ഫോർ അവോയ്ഡിങ് റിസ്ക്. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള റിസ്ക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സും ഒരു 90 എബോവ് ഇൻവെസ്റ്റേഴ്സും വുഡ് ലൈക്ക് ടു അവോയ്ഡ് റിസ്ക് ഒഴിവാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. ദെൻ തേർഡ് വൺ റിസ്ക് എക്സിക്യൂട്ടീവ്. Increased risk perceptions of corporate organization prompted to recruit personnel with risk management training. ഈ ഒരു കോർപ്പറേറ്റിൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ബിഗ് കൺസേൺ ആയാലും മീഡിയം കൺസേൺ ആയാലും അല്ലെങ്കിൽ ലോ കൺസേൺ ആയാലും ദ ടീം ഷാൾ മാനേജ് റിസ്ക് ത്രൂ ഡെറിവേറ്റീവ്സ്. സോ നാച്ചുറലി ദ റിസ്ക് ഓഫ് പെർസെപ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഹാസ് എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. അതുവഴി നമുക്ക് ആ ഒരു ടീം ഈ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നുണ്ട് തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ്സിന് അത്രയധികം ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ലിക്വിഡിറ്റി നീഡ്സ്, ഒന്ന് റിസ്ക് അവേഷൻ, ഒന്ന് റിസ്ക് എക്സിക്യൂട്ടീവ്സ്. ഇത്രയാണ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ടേമിൽ വരുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്കാണ്, അത് നമ്മൾ അസൈൻമെൻറ്റ് സെമിനാർ എടുത്തരും. എക്സ്ചേഞ്ച് ട്രേഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഫോർ റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സോ നൗ അവർ ഫസ്റ്റ് മോഡ്യൂൾ ഈസ് ഓവർ. നമ്മൾ ആ മോഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു റിവ്യൂ പറയാം. ഇൻട്രൊഡക്ഷൻ, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷനിൽ മീനിങ് ഓഫ് റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, പല രീതിയിലുള്ള റിസ്ക്കുകൾ പറഞ്ഞു. ഒന്ന് ഡിഫോൾട്ട് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്, ബിസിനസ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്, മെച്യൂരിറ്റി റിസ്ക്. പിന്നെ നമ്മളതിൽ കണ്ടത് മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ടു. പല രീതിയിലുള്ള മാർക്കറ്റ് റിസ്ക്കുകൾ കണ്ടു. ഒന്ന് ഇക്വിറ്റി പ്രൈസ് റിസ്ക്, ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, കറൻസി ഓർ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, മാർജിനിങ് റിസ്ക്, കമ്മോഡിറ്റി പ്രൈസ് റിസ്ക്, റെപ്യൂട്ടേഷൻ റിസ്ക്, അതർ റിസ്ക്. പിന്നെ നമ്മൾ കണ്ടതാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ അത് മാനേജ് ചെയ്യുക, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ തന്നെ അതിൻ്റെ നീഡിൽ പറയുന്നു ഡൈനാമിക് എൻവയോൺമെൻറ്റ്, ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്, അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസ്, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. ഇത്രയും നമ്മൾ അതിൻ്റെ നീഡിൽ കണ്ടു. പിന്നെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം, അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്, ബാങ്ക്റപ്സി കോസ്, ടാക്സ്, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഡെപ്റ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മോർ ഇൻറ്റേർണലി ജനറേറ്റഡ് ഫണ്ട്സ്, റിലീഫ് ടു മാനേജ്മെൻറ്റ്, മിനിമൈസേഷൻ ഓഫ് ദി ഇമ്പാക്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ബെറ്റർ ഡിസിഷൻ. പിന്നെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറഞ്ഞത്. അതിൽ പറയുന്നത് ടെക്നോളജി റിസ്ക് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിസ്ക് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, പിന്നെ ഫ്രോഡ് ആൻഡ് മിസ്കണ്ടക്റ്റ്, ക്രൈസിസ് മാനേജ്മെൻറ്റ്, ഡാറ്റ സെക്യൂരിറ്റി, അച്ചീവിങ് കംപ്ലയൻസ് പ്രോഗ്രാം എഫക്റ്റീവ്നെസ്, ഇംപ്രൂവിങ് റിസ്ക് ഡാറ്റ അഗ്രിഗേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്,
lack of meaningful risk assessment process, lack of an open risk aware culture. പിന്നെ നമ്മളതിൽ പറഞ്ഞത് പ്രോസസ് ഓഫ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അതിൽ ഉള്ള സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഒന്ന് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ, പിന്നെ റിസ്ക് മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, റിസ്ക് കൺട്രോൾ ആൻഡ് റിസ്ക് ട്രാൻസ്ഫർ ആൻഡ് റിസ്ക് ഫിനാൻസ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഹെഡ്ജിങ്, അതിൻ്റെ മീനിങ് പറഞ്ഞു. പിന്നെ ഡെറിവേറ്റീവ്സ്, എന്താണ് ഡെറിവേറ്റീവ്സ്, ഒരു ഇൻഷുറൻസിൻ്റെ പോലെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു 10 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ പറയുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒന്ന് പറഞ്ഞത്. അത് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് പേയ്മെൻറ്റ് ഓർ നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈങ് അസറ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് കൺസേൺ. നെക്സ്റ്റ് അതിൽ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് പേ ഓഫിൽ വരുന്നതാണ് ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈങ് അസറ്റിൽ വരുന്നതാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും. പിന്നെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കിയത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, ദാറ്റ് ഈസ് കറൻസി ഡെറിവേറ്റീവ്, ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ്, ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്, സ്റ്റോക്ക് ഇൻഡിസസ് ഡെറിവേറ്റീവ്, ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്. പിന്നെ അതർ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് വാറൻസ്, ലീവ്സ് ആൻഡ് ബാസ്ക്കറ്റ്സ്. പിന്നെ അതിൽ വരുന്നതാണ് കൺവേർട്ടബിൾസ്, വെതർ ഡെറിവേറ്റീവ്സ്. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസത്തിൽ വരുന്നതാണ് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സും, ദാറ്റ് ഈസ് OTC. പിന്നെ അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. പിന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സും മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സും OTC തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് നമ്മൾ പിന്നെ കണ്ടത്. പിന്നെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, അതിൽ റിസ്ക് അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ്, ഇൻകം ജനറേഷൻ, ട്രേഡിംഗ് എഫിഷ്യൻസി, അച്ചീവ്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ്, റെഡ്യൂസ്ഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. പിന്നെ ക്രിറ്റിസിസം ഓഫ് മിസ്യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സ്, എങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യാന്നുള്ളത്. അത് വരുന്ന ഇൻക്രീസ്ഡ് വോളാറ്റിലിറ്റി, ഇൻക്രീസ്ഡ് ബാങ്ക്രപ്സീസ്, ഇൻക്രീസ്ഡ് റെഗുലേറ്ററി ബർഡൻ, എൻഹാൻസ്മെൻറ്റ് ഓഫ് റിസ്ക്, സ്പെക്കുലേറ്റീവ് ആൻഡ് ഗാംബ്ലിംഗ് മോട്ടീവ്സ് ആൻഡ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. പിന്നെ ഡെറിവേറ്റീവിൽ വരുന്ന റിസ്കുകൾ, ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ലീഗൽ റിസ്ക്, ഓപ്പറേഷൻ റിസ്ക് ആൻഡ് ലിക്വിഡിറ്റി റിസ്ക്. എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, നമ്പർ ഓഫ് എക്കണോമിക് ഗ്രോത്തിനുണ്ടാകുന്ന ഫീച്ചേഴ്സ്. ഒന്ന് ഡിസ്കവറി ഓഫ് പ്രൈസസ്, പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് റിസ്ക്, പ്രൊവിഷൻ ഓഫ് ലിക്വിഡിറ്റി, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ട്രേഡിംഗ് കാറ്റലിസ്റ്റ്, സ്മൂത്തനിങ് ഔട്ട് ദ സീസണബിൾ പ്രൈസ് വേരിയേഷൻ, പ്രൊമോട്ടിംഗ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ മേജർ പാർട്ടിസിപ്പൻസ്, ഒന്ന് ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ് ആൻഡ് സ്പ്രെഡേഴ്സ്. പിന്നെ തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. പിന്നെ ഫാക്ടേഴ്സ്, ഡെറിവേറ്റീവ്സിൻ്റെ ഇതിൻ്റെ ഗ്രോത്തിനുള്ള ഫാക്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രൈസ് വോളാറ്റിലിറ്റി, ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ്സ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഇൻ ഫിനാൻഷ്യൽ തിയറി, ഡെവലപ്മെൻറ്റ് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇത്രയാണ് ഫാക്ടേഴ്സിൽ വരുന്നത്. പിന്നെ അതിൻ്റെ ഗ്രോത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. രണ്ട് ഫാക്ടർ, എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പ്രൈസ് വോളാറ്റിലിറ്റി, ഗ്ലോബലൈസേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസസ്, റെഗുലേറ്ററി ചേഞ്ചസ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി നീഡ്സ്, റിസ്ക് അവേർഷൻ, റിസ്ക് എക്സിക്യൂട്ടീവ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ദെൻ അതിൽ ലാസ്റ്റ് ഒരു ഭാഗം
ഫോർവേഡ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ അതിൽ വരുന്ന ടേമുകൾ എന്താണ്, പേ ഫ്രം ദ ഫോർവേഡ് കോൺട്രാക്ട്സ്. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് അറിയിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.